ജോയിൻസ് കൊണ്ട് തന്നെ ഡെയിലി ആക്ടിവിറ്റീസ് കൂടുന്നതുകൊണ്ട് ജോയിൻസിലെ വർക്ക് ആക്ടിവിറ്റി കൂടുന്നതുകൊണ്ട് സ്ട്രെസ് കൂടുന്നതുകൊണ്ട് നോർമലി ആർട്ടിക്കുലാർ കാർട്ടിലേജിന് ഡിസ്ട്രക്ഷൻ വരും. അതുകൊണ്ടുണ്ടാകുന്നതാണ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. എന്നാൽ സെക്കൻഡറി എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും സെക്കൻഡറി ടു എനി pathological physiological manifestation which is causing to the joint destruction, articular destruction വരുന്നത് കൊണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത്. അത് ഓൾഡ് ഏജ് എന്നൊന്നുമില്ല, അഡോളസൻസിന് ശേഷം ഏത് ഏജിലും സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരും. മോസ്റ്റ് കോമൺ ഏരിയ എന്ന് പറയുന്നത് ഹിപ്പാണ്. ഓക്കെ, ഇനി ഹിപ്പിലാണെന്ന് പറഞ്ഞു സെക്കൻഡറി കൂടുതലായിട്ട് കാണുന്നത്. ആ ഹിപ്പിൽ എവിടെയൊക്കെ എന്തുകൊണ്ടൊക്കെ സെക്കൻഡറി ടു വിച്ച് ആർ ദി കോസസ് ഹിപ്പിൽ എന്തൊക്കെ കൊണ്ട് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത്. വാസ്കുലർ നെക്രോസിസ്, ആ വാക്ക് ഓർത്തിരിക്കണം കേട്ടോ. എന്തുകൊണ്ടാന്ന് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ പറഞ്ഞുതരാം. വാസ്കുലർ നെക്രോസിസ് എന്നുള്ള വാക്ക് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഇഡിയോപ്പതിക് ആയിട്ട്, പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ട്, അതായത് ഫെമറൽ നെക്കിന്റെ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ട്. സെക്കൻഡറി കോഴ്സസ് ജസ്റ്റ് ഓർത്തിരിക്കുക. പോസ്റ്റ് ട്രോമാറ്റിക് ആൽക്കഹോളിക്, പോസ്റ്റ് ട്രോമാറ്റിക് ഓസ്റ്റിയോ നെക്രോസിസ്, ക്രോണിക് ലിവർ ഫെയിലിയർ, എല്ലാം വെവ്വേറെ കണ്ടീഷൻ. സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, കോക്സാവേറ കണ്ടീഷൻ, CDH, അങ്ങനെ മാൽയൂണൈറ്റഡ് ഫ്രാക്ചർ, സെക്കൻഡറി ടു അതർ കോസസ്, അങ്ങനെ വരുന്നതാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓക്കെ. ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. ആദ്യം ജനിക്കുന്നതിന് മുമ്പ് വരുന്നത്, അതായത് ജനറ്റിക്സ് ആയിട്ട് കൊണ്ടുണ്ടാവുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിസ്ക് ഫാക്ടേഴ്സ്. ഒന്ന് സ്കെൽറ്റൽ ഡിസ്പ്ലാസിയ, ജനറ്റിക് ആയിട്ട് തന്നെ സ്കെൽറ്റന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ വിച്ച് ഈസ് പ്രോൺ ടു മോർ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പിന്നെ ഈ സ്കെൽറ്റൽ ഡെവലപ്മെന്റിനൊക്കെ ഒരു ജീനിൽ ഒതുങ്ങിയിരിക്കുന്നതല്ല, മൾട്ടിപ്പിൾ ജീൻ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പോളിജനിക് ഇൻഹെറിറ്റൻസ് ആയിട്ട് മൾട്ടിപ്പിൾ ജീൻ ഇൻഹെറിറ്റ് ചെയ്യുന്നവരെ അതിനെന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോസ് ടു ഒക്കർ ആസ് എ റിസ്ക് ഫാക്ടർ ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പിന്നെ ജനിച്ചു കഴിഞ്ഞ ശേഷം ഡെവലപ്മെന്റൽ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, ഒന്ന് ഡിസ്പ്ലേസിയ ഓഫ് ഹിപ്പ്, സ്കെൽറ്റൽ ഡിസ്പ്ലേസിയ. രണ്ടാമത് ഫെമറൽ ഹെപ്പിഫൈസിസിൽ എന്തെങ്കിലും സ്ലിപ്ഡ് പാറ്റേൺ, അതായത് സ്ഥാനം മാറിപ്പോ, പൊസിഷൻ മാറിപ്പോ, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെ വരികയാണെങ്കിൽ അതും ഒരു റിസ്ക് ഫാക്ടറാണ്. തേർഡ്, കുറച്ചുകൂടെ വലുതായിട്ട് നമ്മളെ എന്താ പറയാ, ബയോമെക്കാനിക്കൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന തൊഴിലനുസരിച്ച് അതിനൊരു എപ്പിഡെമിയോളജി ഇമ്പോർട്ടൻസും ഉണ്ട്. കാരണം ഇപ്പോ ഏഷ്യയിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെയുള്ള ആൾക്കാരിൽ കൂടുതലും വരാൻ ചാൻസ് ഉള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഹിപ്പായിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഹിപ്പിന് വരാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാരും അതിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഫാമേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെ ഫാമേഴ്സ് വരാനുള്ള കൂടുതൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഹിപ്പ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അങ്ങനെ വേറെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവര് എന്താണോ ജോബ് അതിനനുസരിച്ചുള്ള വർക്ക് കൊണ്ട് വരാവുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. റെപ്പറ്റേറ്റീവ് ലോഡിങ്, അത് ഫാമേഴ്സിന് വരാം. മൈനേഴ്സിനൊക്കെ എന്തായിരിക്കും വരുന്നത്? നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരിക്കും. അത്ലറ്റ്സിനും നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരിക്കും. ആംഗിൾ ജോയിന്റിലുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസും വരാം. സ്പീഡായി പോകുന്നുണ്ടോ പറയുന്നത്? പിന്നെ അഡ്വേഴ്സ് ആയിട്ട് ബയോമെക്കാനിക്സ്, അതായത് നമുക്കിപ്പോ മുമ്പേ എന്തെങ്കിലും കാലിന് സർജറി ചെയ്ത് ഈ ആന്റി കളയുകയാണെങ്കിൽ അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പ്രീവിയസ് സർജറി പ്രോസസ്, മെനിസെക്ടമി, പിന്നെ ലിഗമെന്റ് റപ്ചർ, ഈ ഫുട്ബോളേഴ്സ് ട്രയാഡ് ഒക്കെ അല്ലേ, ഫുട്ബോൾ കളിക്കുന്നവർക്ക് 3 മെനിസ്കസും ലിഗമെന്റും ഒക്കെ പോകുന്നത്, അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു ഏജ് എത്തിയാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പാഗസ് ഡിസീസ് ഓഫ് ബോൺ, പിന്നെ ഒബീസിറ്റി. മറ്റെന്ത് റിസ്ക് ഫാക്ടറും നിങ്ങൾ എക്സാമിന് എഴുതിയിട്ടില്ലെങ്കിൽ ഒബീസിറ്റി എന്തായാലും എഴുതിയിരിക്കണം. അതാണ് മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാൻ കൂടുതലും കാണപ്പെടുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒബീസിറ്റി ആണ്. അതിന്റെ ഒരു മെക്കാനിസം പറയുന്നത്, ഈ ഒബീസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡിപ്പോസ് ചെയ്യുന്നത്, അതായത് കൂടുതലായിട്ട് അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈൻസ് കാർട്ടിലേജിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു മെക്കാനിസം പറയുന്നത്. അങ്ങനെയാണ് ഒബീസിറ്റി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് മാറപ്പെടുന്നത്. അപ്പൊ മെയിൻ റിസ്ക് ഫാക്ടർ ആണ് ഒബീസിറ്റി കേട്ടോ. പിന്നെ
ട്രോമ ഉണ്ട്. ഈ ട്രോമ തന്നെ ലിഗമെന്റ് റപ്ചറോ എന്തെങ്കിലും ഫ്രാക്ചർ ഓഫ് ബോൺ അങ്ങനെ വരികയാണെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് മാറാം. പിന്നെ തേർഡ് ആണ് എന്ത്, ഹോർമോണൽ. ഈസ്ട്രജന്റെ അളവ് കുറയുന്നവർക്ക്, അതായത് ഇപ്പോ ഫീമെയിൽസിൽ ഈസ്ട്രജൻ ഡെഫിഷ്യൻസിയോ ആരോമാറ്റൈസ് ഇൻഹിബിറ്റേഴ്സ് അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. ഓക്കെ, നേരെ തിരിച്ചും പറയാം, ഈസ്ട്രജൻ കൂടുതലായിട്ടുള്ളവർക്ക് ഇത് വരാനുള്ള ചാൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഇത്രയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. മെയിൻ ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ഏതാ? ഒബിസിറ്റി. അതെങ്കിലും ഓർത്തിരിക്കുക. ഇനി ഇതിലെ പ്രോസസ്സിലെ സ്റ്റേജസ് നമ്മൾ മെയിൻ ഡെഫിനിഷനിൽ എന്തായിരുന്നു? ആർട്ടിക്കുലാർ കാർട്ടിലേജിന്റെ ഡിസ്ട്രക്ഷൻ. അത് തന്നെയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോക്കൽ ലോസ് ഓഫ് ആർട്ടിക്കുലാർ കാർട്ടിലേജ്. സെക്കൻഡ്, സബ് കോൺട്രൽ ഓസ്റ്റിയോസ്ക്ലീറോസിസ്. സബ് കോൺട്രൽ എന്താന്ന് ഇന്നലെ പറഞ്ഞില്ലേനോ? ആ ആർട്ടിക്കുലാർ കാർട്ടിലേജിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ബോണിനെയാണ് സബ് കോൺട്രൽ. കോൺട്രൽ സബ് ആയിട്ട്, സബ് കോൺട്രൽ കാർട്ടിലേജിന് തൊട്ട് താഴെയായിട്ട് സബ് കോൺട്രൽ ഓസ്റ്റിയോസ്ക്ലീറോസിസ്. തേർഡ്, ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. ഫോർത്ത്, റീമോഡലിംഗ് ഓഫ് ജോയിന്റ് കോണ്ടൂർ. ഫിഫ്ത്ത്, എൻലാർജ്മെന്റ് ഓഫ് എഫക്റ്റഡ് ജോയിന്റ്. 5 എണ്ണം. ഈ 5 എന്താണെന്ന് ഓരോന്നും പറഞ്ഞു തരാം. മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്ന ആദ്യത്തെ 3 എണ്ണം, അതായത് ഫോക്കൽ ലോസ് ഓഫ് ആർട്ടിക്കുലാർ കാർട്ടിലേജ്, സബ് കോൺട്രൽ ഓസ്റ്റിയോസ്ക്ലീറോസിസ്, ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഫോക്കൽ ലോസ് ഓഫ് ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓസ്റ്റിയോസൈറ്റ് അതുപോലെ കാർട്ടിലേജിന് വരുമ്പോൾ കോൺട്രോസൈറ്റ്. ഈ കോൺട്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫർദർ ഡിവിഷന് പോസിബിൾ അല്ലാത്ത ഒരു സെല്ലാണ്, കാർട്ടിലേജ് സെല്ലാണ് കോൺട്രോസൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കേസസിൽ കോൺട്രോസൈറ്റ് പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യും, പിന്നെയും ഡിവൈഡ് ചെയ്യും. അങ്ങനെ അതൊരു നെസ്റ്റ് ലൈക്ക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ നെസ്റ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കാർട്ടിലേജിന്റെ മാട്രിക്സ് കൂട്ടും. ഓർക്കുക, കാർട്ടിലേജിന്റെ മാട്രിക്സ് കൂട്ടും. പക്ഷെ കാർട്ടിലേജിലെ മാട്രിക്സിന്റെ, ഒരു നോർമൽ കാർട്ടിലേജിലെ മാട്രിക്സിൽ പ്രധാനപ്പെട്ട കോമ്പണന്റ്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം കുറയ്ക്കുകയും ചെയ്യും. മനസ്സിലായോ? മാട്രിക്സിന്റെ കോമ്പണന്റ്സ് കുറയ്ക്കുക. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഓർത്തിരിക്കുക. മാട്രിക്സിന്റെ കോമ്പണന്റ്സ് കുറയ്ക്കും. എന്തെന്ന്? നെസ്റ്റ് ലൈക്ക് സെൽസ്. അത് എവിടുന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോൺട്രോസൈറ്റ്സ്. ഓക്കെ, മെയിൻ മാട്രിക്സ് കോമ്പണന്റ്സ് ആണ് 2 എണ്ണം, അഗ്രിക്കനും ടൈപ്പ് 2 കൊളാജനും. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഹലോ, അഗ്രിക്കനും ടൈപ്പ് 2 കൊളാജനും. അല്ല, എഴുതിയത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോ ഒന്നുകൂടെ പറഞ്ഞു. മാട്രിക്സിന്റെ കോമ്പണന്റ്സ് പ്രധാനമായിട്ടുള്ള 2 എണ്ണം, അഗ്രിക്കനും ടൈപ്പ് 2 കൊളാജനും. അത് രണ്ടും മാട്രിക്സിൽ വല്ലാതെ കുറയും. ഇനി ഈ പിക്ചർ കാണുന്നുണ്ടോ? ഇതാണ് കോൺട്രോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ നെസ്റ്റ് ലൈക്ക് സെൽസ് എന്ന് പറയുന്നത്. ആ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ അഗ്രിക്കനും ടൈപ്പ് 2 കൊളാജനും കുറഞ്ഞാൽ മാട്രിക്സിലെ കോമ്പണന്റ്സ് കുറയും. അവിടെ ഒരു മാട്രിക്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡീപ്പ് വെർട്ടിക്കൽ ക്ലെഫ്റ്റ് ഫോം ചെയ്യും കാർട്ടിലേജിൽ, ആർട്ടിക്കുലാർ കാർട്ടിലേജിൽ. ഓക്കെ, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫിഷറിംഗ് അല്ലെങ്കിൽ ഫിബ്രിലേഷൻ. പിക്ചർ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇരിക്കും. കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഡീപ്പ് വെർട്ടിക്കൽ ക്ലെഫ്റ്റ് പോലെ. അത് കുറയുന്നുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാട്രിക്സ് കോമ്പണന്റ്സ് കുറയുന്നതുകൊണ്ട്. പ്രധാനപ്പെട്ട മാട്രിക്സ് കോമ്പണന്റ്സ് അഗ്രിക്കൻ ആൻഡ് ടൈപ്പ് 2 കൊളാജൻ. ഓക്കെ അല്ലേ? ഈ പ്രോസസ്സിനെ പറയുന്ന പേര് ഫിഷറിംഗ് അല്ലെങ്കിൽ ഫിബ്രിലേഷൻ. ഇനി ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഡിസ്ട്രക്ഷന് 3 സ്റ്റെപ്സ് ആണ്. ഫിബ്രിലേഷൻ, ലോക്കലൈസ്ഡ് കാർട്ടിലേജ് ഡെത്ത്, ഡിക്രീസ്ഡ് കാർട്ടിലേജ് മാട്രിക്സ്.
കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്രീസ്ഡ് കാർട്ടിലേജ് മാട്രിക്സ് കോമ്പണൻസ്, അതായത് അഗ്രിക്കൻസും ടൈപ്പ് 2 കൊളാജനും. ഓക്കെ, റെഡി അല്ലേ? നോക്കുക, അങ്ങനെ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഡിസ്ട്രക്ഷൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. നിങ്ങൾ ഇവിടെ കണ്ടോ, ജോയിന്റിന്റെ ഇടയ്ക്ക് ആർട്ടിക്കുലാർ കാർട്ടിലേജ് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? അത് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് പോയാൽ, അവിടെയുള്ള ഒരു കാർട്ടിലേജ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഇടയ്ക്കുള്ള ജോയിന്റ് സ്പേസ് എന്താവും? കൂടുതലല്ല, കുറയും. ആ കാർട്ടിലേജ് അവിടെ നിന്ന് പോയി ഫർദർ ഇങ്ങനെയാവും. കാണുന്നുണ്ടോ ഡിഫറൻസ്? ആ ബോൺസ് തമ്മിൽ അടുക്കാൻ തുടങ്ങും കാർട്ടിലേജ് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഡിസ്ട്രക്ഷൻ കൊണ്ട് ജോയിന്റിന്റെ ഇടയ്ക്കുള്ള സ്പേസ് കുറയാൻ തുടങ്ങും. റൈറ്റ്? അപ്പൊ ഫസ്റ്റ് ഫൈൻഡിങ് ആണ് എന്ത്? നാരോയിങ് ഓഫ് ജോയിന്റ് സ്പേസ്. മനസ്സിലായോ? ഓക്കെ, ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇനി ഇത് നമുക്ക് എക്സ്റേ ഫൈൻഡിങ്, മെയിൻ എക്സ്റേ ഫൈൻഡിങ് ആയിട്ട് എലിസിറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാല്, കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലുള്ളത് നോർമലും റൈറ്റ് സൈഡിലുള്ളത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെയും കേസ്. ഇവിടെയുള്ള കേസ് സെക്കൻഡ് വണ്ണിൽ ഇല്ല. അതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, ഡിസ്ട്രക്ഷൻ ഓഫ് ആർട്ടിക്കുലാർ കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ത്? നാരോയിങ് ഓഫ് ജോയിന്റ് സ്പേസ്. ഓക്കെ, കണ്ടോ? വീണ്ടും ഒരു പിക്ചർ അതിലും ഉണ്ട്. ആദ്യത്തേല് നോർമൽ നീ, രണ്ടാമത്തേല് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ജോയിന്റ് സ്പേസ് കുറയുന്നു. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സബ് കോൺട്രൽ ബോൺ ഓസ്റ്റിയോസ്ക്ലീറോസിസ്. അതിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ്, ഒന്ന് സ്ക്ലീറോസിസും മറ്റൊന്ന് സബ് കോൺട്രൽ സിസ്റ്റം. എന്തെന്ന് പറഞ്ഞുതരാം. സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ബോണിലെ ബോൺ ഡെൻസിറ്റി കൂടും. അതായത് ഈ സബ് കോൺട്രൽ ബോണ്ടിന്റെ മാർജിനിൽ ബോൺ ഡെൻസിറ്റി കൂടും. സബ് കോൺട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റ് ലൈക്ക് ഫോർമേഷൻ ഉണ്ടാവും സബ് കോൺട്രൽ ബോണിൽ. അതും കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? എക്സ്റേയിൽ ഒരു ഒപ്പാസിറ്റി ലൈക്ക് സ്ട്രക്ചർ, ഫെമറലിന്റെ ഹെഡ് ആണ്, അതിലൊരു ഒപ്പാസിറ്റി ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? ആണ് സിസ്റ്റ്, സബ് കോൺട്രൽ സിസ്റ്റ്. പക്ഷെ നിങ്ങൾ അതിന്റെ ഫെമറലിന്റെ ബോർഡർ നോക്കിക്കേ, ഭയങ്കരമായിട്ട് വൈറ്റ് കാണുന്നില്ലേ? അതാണ് സ്ക്ലീറോട്ടിക് പോർഷൻ. സ്ക്ലീറോസിസ് സംഭവിച്ചിട്ട് ബോൺ ഡെൻസിറ്റി അവിടെ കൂടുന്നത്. അപ്പോ രണ്ട് പ്രോസസ്സാണ് സബ് കോൺട്രൽ ബോൺ ഓസ്റ്റിയോസ്ക്ലീറോസിസിന്. ഒന്ന് സ്ക്ലീറോസിസും സബ് കോൺട്രൽ സിസ്റ്റം. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റേയിൽ കണ്ടുപിടിക്കാം. ഒന്ന് സ്ക്ലീറോസിസ് കാരണം മാർജിനിൽ ആ വൈറ്റ് ഷാഡോ കൂടുതലായിട്ട് വരും. സബ് കോൺട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഒപ്പാസ് ഒരു പോർഷൻ കാണപ്പെടും. ഒപ്പാക് പോർഷൻ കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഇവിടുന്ന് ഇത് കണ്ടോ? രണ്ടാമത്തേല് ആരോ മാർക്ക് ഇട്ടത്, അതെല്ലാം എന്തുകൊണ്ട്? എന്തെന്നാ? സബ് കോൺട്രൽ സിസ്റ്റം. അതിന്റെ തൊട്ട് മുകളിലത്തെ മാർജിൻ ലൈക്ക് പോർഷൻ കണ്ടോ? ഭയങ്കരമായിട്ട് വൈറ്റും. ഫസ്റ്റ് ആരോ ലെഫ്റ്റ് മോസ്റ്റ് സ്ക്ലീറോസിസ്. ഓക്കെ, ഇതില് കണ്ടോ? ഇതില് എവിടെയുള്ളത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, അതാണ് എന്ത്? സബ് കോൺട്രൽ സിസ്റ്റം. അപ്പം ആദ്യത്തെ ആർട്ടിക്കുലാർ കാർട്ടിലേജ് കൊണ്ട് ജോയിന്റ് സ്പേസ് കുറഞ്ഞ്, രണ്ടാമത്തെ സബ് കോൺട്രൽ ബോൺ ഓസ്റ്റിയോസ്ക്ലീറോസിസ് കൊണ്ട് സ്ക്ലീറോസിസും കാണാൻ പറ്റി, സബ് കോൺട്രൽ സിസ്റ്റം കാണാൻ പറ്റി. 3 ഫൈൻഡിങ് ആയ. ഓക്കെ അല്ലേ? ഇനി തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ജോയിന്റ് സ്പേസിലുള്ള ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു പറയുന്നില്ലേ? ആ കാർട്ടിലേജ് പിന്നെ എൻ കോൺട്രൽ ഓസിഫിക്കേഷൻ, അതിന്റെ ഉള്ളിൽ തന്നെ ഓസിഫിക്കേഷൻ നടന്നിട്ട് ഓസ്റ്റിയോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഫോം ചെയ്യും.
എന്തെന്നാ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാല് കാർട്ടിലേജിന്റെ സംഭവം കണ്ട ഇതാ കണ്ടോ, പുറത്തായിട്ട് ജോയിന്റിന്റെ പുറത്തായിട്ട് ഒരു കാർട്ടിലേജ് ലൈക്ക് സ്മോൾ സ്ട്രക്ചർ കാണുന്നുണ്ടോ? ഇതാണ് ഓസ്റ്റിയോഫൈറ്റ്സ്. ഇതിവിടെ കാണിച്ചിരിക്കുന്ന സ്പൈനിലാണ്. സ്പൈനിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സംഭവിക്കും. സ്പൈൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് അതിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോഫൈറ്റ്. ഇതിലെവിടെ ഹാൻഡിന്റെ ഒരു പിക്ചർ ആണ്. ഇവിടെ എവിടെയാ ഓസ്റ്റിയോഫൈറ്റ് കാണുന്നത്? അതാണ് ഓസ്റ്റിയോ. ചോദ്യം വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ എക്സ്റേയില് ഓരോന്നായിട്ടാ കാണാൻ, ഒന്നിച്ച് കാണുന്ന എക്സ്റേ ഉണ്ടാവത്തില്ലേ, അതും നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പഠിക്കണം. ഇതില് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് റെഡ്യൂസ്ഡ് ജോയിന്റ് സ്പേസ് ഉണ്ട്, ഓസ്റ്റിയോഫൈറ്റ് ഉണ്ട്, സ്ക്ലീറോസിസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതും അങ്ങനെ തന്നെ. ഇതിൽ നോക്കിയാൽ നമുക്ക് ആ വൈറ്റ് മാർക്കുള്ള ആരോ ഉണ്ടോ, അതെല്ലാം ഓസ്റ്റിയോഫൈറ്റാ. പുറത്ത് ജോയിന്റിന്റെ പുറത്തായിരിക്കും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം ഈ സബ് കോൺട്രൽ സിസ്റ്റം ഓസ്റ്റിയോഫൈറ്റും തമ്മിൽ. ഓസ്റ്റിയോഫൈറ്റ് എല്ലാം അധികവും ജോയിന്റിന്റെ പുറത്തേക്കായിരിക്കും. സബ് കോൺട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് സബ് കോൺട്രൽ ബോണിന്റെ സ്ക്ലീറോസിസ് സംഭവിച്ച പാർട്ടിന്റെ തൊട്ടടിയിലായിരിക്കും ഉണ്ടാവുക. റൈറ്റ്? വൈറ്റ് ആരോ മാർക്ക് എന്ന് പറയുന്നത് ഓസ്റ്റിയോഫൈറ്റ്, ബ്ലാക്ക് ആരോ മാർക്ക് സ്ക്ലീറോട്ടിക് പോർഷൻ, വൈറ്റും ബ്ലാക്കും കൂടിയത് സബ് കോൺട്രൽ സിസ്റ്റം. മൂന്നും കൂടി ഒരു എക്സ്റേ. ഓക്കെ, എ ടിപ്പിക്കൽ എക്സ്റേ ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഒന്നുകൂടെ ആ 5 സ്റ്റെപ്പ് പറഞ്ഞേ. നമ്മളിപ്പം പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പും പറഞ്ഞ് 3 എക്സ്റേ ഫൈൻഡിങ്സും പറഞ്ഞു. 5 സ്റ്റെപ്പ് ഉണ്ട്. 5 സ്റ്റെപ്പ് ബാക്കി 2 എന്ന് വെച്ചാൽ പിന്നെ വരുന്നതാ. പ്രധാനപ്പെട്ട 3 എന്ന് പറയുന്നത് ഈ 5 ആദ്യത്തെ 3 ഫോക്കൽ ലോസ് ഓഫ് ആർട്ടിക്കുലർ കാർട്ടിലേജ്, ഓസ്റ്റിയോസ്ക്ലീറോസിസ്, ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ, റീമോഡലിംഗ് ഓഫ് ജോയിന്റ് കോണ്ടൂർ, എൻലാർജ്മെന്റ് ഓഫ് എഫക്റ്റഡ് ജോയിന്റ്. 5. ഓക്കെ, ഈ പിക്ചർ ഉണ്ടോ? ഇത് പിക്ചർ എന്ന് പറയുന്നത് 4-5 സ്റ്റെപ്പ് കാണിച്ചു തരാൻ കാണുന്നുണ്ടോ? കണ്ടോ? ലെഫ്റ്റ് സൈഡിലുള്ള നോർമലും റൈറ്റ് സൈഡിലുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ജോയിന്റ് സ്പേസ് കൂടിയതാണ്. റൈറ്റിലാകുമ്പോൾ ജോയിന്റ് സ്പേസ് കുറയുന്നത്. മെല്ലെ മെല്ലെയുള്ള അവിടെയുള്ള വെള്ള സാധനം സബ് കോൺട്രൽ സിസ്റ്റ്, അതിലൂടെ പുറത്തേക്ക് ഫൈബ്രോ കാർട്ടിലേജ് വന്നിട്ട് വൈഡനിങ് ആയിട്ട് ജോയിന്റ് എൻലാർജ്മെന്റ്, ജോയിന്റ് ഭയങ്കരമായിട്ട് എൻലാർജ്മെന്റ് ചെയ്ത് കാണിക്കും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി ഈ 5 സ്റ്റെപ്പ് നമുക്ക് ഓർത്തെടുക്കാൻ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഓർത്തെടുക്കാൻ പ്രശ്നമുള്ളവർക്ക് ഒരു കോഡ് ഡോർ, DOOR, ഡോർ. D for destruction of cartilage, O for osteosclerosis, another O for osteophyte formation, R for remodeling. Okay. ഡെഫിനിഷനിലെ 2 പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ഒബീസിറ്റി ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. 2 മാട്രിക്സിലെ കോമ്പണൻസ് അഗ്രിഗനും ടൈപ്പ് 2 കൊളാജനും, പിന്നെ ഈ ഡോറും കൂടെ ഇതുവരെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. Destruction of cartilage, osteosclerosis, osteophyte formation, remodeling. ഇനി ഒരു അഡീഷണൽ പോയിന്റ്, BMD. BMD എന്ന് പറയുന്നത് ബോൺ മാസ് ഡെൻസിറ്റി എന്ന് പറയും. 2 കണ്ടീഷൻ തമ്മിലുള്ള ബന്ധം. അതായത് ഒന്ന് OA എന്നിട്ടുണ്ട്, ഞാൻ OP എന്നിട്ട്. OA എന്തായിരിക്കും? ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. OP എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ്. രണ്ടും ഓർത്തോയായിട്ട് ബന്ധപ്പെട്ട 2 ഡിഫറെന്റ് കണ്ടീഷൻ. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ BMD അതായത് ബോൺ മാസ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് കാണപ്പെടുന്ന ഒരു എക്സ്റേ പിക്ചർ ആണത് സ്ക്ലീറോസിസ്. സ്ക്ലീറോസിസ് സംഭവിച്ചിട്ട് ബോൺ മാസ് ഡെൻസിറ്റി കൂടുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ വൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ബോൺ മാസ് ഡെൻസിറ്റി കുറഞ്ഞ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്ന പേഷ്യൻസിൽ ബോൺ മാസ് ഡെൻസിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. നേരെ തിരിച്ചും പറയാം, ഓസ്റ്റിയോപൊറോസിസ് വന്നൊരു കേസിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസും കുറവായിരിക്കും. വേറെ ഒന്നും കൂടെ പറയാം, ഈ റിസ്ക് ഫാക്ടേഴ്സ്
പ്രോൺ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരാൾക്ക് ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള കണ്ടീഷനും കുറവായിരിക്കും. ഓസ്റ്റിയോപൊറോസിസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസും കുറവായിരിക്കും. ഓക്കെ, ശത്രുക്കളാ ഏഹ് അടുത്തത് സിംറ്റംസ് ആൻഡ് സയൻസ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. മെയിൻ സിംറ്റം സിംറ്റം എന്ന് പറയുന്നത് പെയിൻ തന്നെയായിരിക്കും. റൈറ്റ്, പെയിൻ എന്ന് പറയുന്നത് ഇൻസീരിയസ് ഓൺസെറ്റ് ആയിരിക്കും. മാസങ്ങളോളോ വർഷങ്ങളോളോ നിൽക്കുക. ആഫ്റ്റർ 45 ഇയേഴ്സിലായിരിക്കും കൂടുതലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണാനുള്ള ചാൻസ്. മെയിൻ പെയിൻ ആയിരിക്കും ഓർത്ത് വെക്കുക മാത്രം. പിന്നെ കൂടുതലും പെയിൻ കാണപ്പെടുന്നത് എന്തെങ്കിലും വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ. ആ ഗുഡ് ഡേയ്സ് ബാഡ് ഡേയ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഇന്റർമീഡിയന്റ് ആയിട്ട് വരാം, ചിലപ്പം പ്രോഗ്രസീവ് ആയിട്ട് ഒന്നിച്ചുള്ള ഒരു പെയിനും വരാം. ഓക്കെ, അതർ ക്ലിനിക്കൽ സയൻസ് എന്ന് പറയുന്നത് മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും. പിന്നെ നമ്മൾ ഫ്ലെക്ഷനോ എക്സ്റ്റൻഷനോ ഒക്കെ ആ ജോയിന്റിൽ എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കോസ് ക്രെപ്പിറ്റസ് കിട്ടും. പിന്നെ 5th സ്റ്റെപ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ, എൻലാർജ്മെന്റ് ഓഫ് ജോയിന്റ്സിൽ. അപ്പൊ ബോണി സ്വെല്ലിംഗ് ആയിട്ട് ഫോം ചെയ്യാം, ഡിഫോമിറ്റി വരാം, പിന്നെ ടെൻഡർനെസ് വരാം, മസ്കുലർ വീക്ക്നെസ്, ആബ്സെന്റ് സൈനോവൈറ്റിസ്. ഓക്കെ അല്ലേ? അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ സിംറ്റം എന്തെന്നാ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ? പെയിൻ. ഇനി ഇങ്ങനെ വന്നാൽ മതിയോ പേഷ്യന്റ്? നമുക്ക് എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്തായിരിക്കും? ആ ജോയിന്റ് എൻലാർജ് ചെയ്തിരിക്കും, എൻലാർജ്ഡ് ലുക്കിംഗ് ജോയിന്റ്. പിന്നെ എന്തെങ്കിലും ഡിഫോമിറ്റി, ആ ഡിഫോമിറ്റി എന്തെന്നാണ് ഞാൻ പറയാം. പിന്നെ നീലൊക്കെ ആണെങ്കിൽ തൊട്ട് ഇങ്ങനെ നീ ടൈപ്പ് പോർഷനിൽ, ആ ഒരു പോർഷനിലായിട്ട് എന്ത് എഫ്യൂഷൻ, നീ എഫ്യൂഷൻ ഒക്കെ കാണാം. ഇതാണ് പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ഇൻസ്പെക്ഷനിൽ കാണപ്പെടുന്നത്. ഡിഫോമിറ്റി ഞാൻ പറഞ്ഞു. ഡിഫോമിറ്റി മുമ്പേ സാജിദ് എടുത്തൊരു ക്ലാസ് പറഞ്ഞിരുന്നു, ജനു വാൽഗം, ജനു വാരം എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുക ജനു വാരമാണ് കൂടുതലായിട്ട്. ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഗം മീൻസ് അത് നീസിനെ സ്റ്റിക്ക് ടുഗദർ ചെയ്തിരിക്കും, റമ്മ് അകത്തി നിർത്തും. ജനു വാരാണ് ഡിഫോമിറ്റി ആയിട്ട് കാണാം. ഓക്കെ, ഇനി പാൽപേഷൻ. പാൽപേഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ പാൽപേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എവിടെ ജോയിന്റിന്റെ ലൈനിൽ ടെൻഡർനെസ് ഉണ്ടാവും. ഫ്ലെക്ഷനോ എക്സ്റ്റൻഷനോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കോഴ്സ് ക്രെപ്പിറ്റസ് കാണാൻ പറ്റും. മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു പരിധി വരെ എത്തുമ്പോൾ പേഷ്യന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പെയിൻ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇൻസ്പെക്ഷനിൽ 3 പോയിന്റ്, പാൽപേഷനിൽ 3 പോയിന്റ്. ഓക്കെ അല്ലേ? ഹലോ, ഇനി ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, മെയിൻ ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കും? എക്സ്റേ. എക്സ്റേ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 3 എണ്ണത്തിന്റെ ആദ്യത്തെ 3 സ്റ്റെപ്പിന്റെ ഞാൻ ചിലത് കാണിക്കാൻ നിങ്ങൾ പറയിട്ടോ, ഏതാ അതില് എന്തെന്നാ കാണാൻ പറ്റുന്നെന്ന്. ഇതെന്തുവാ? സ്പൈൻ ഓസ്റ്റിയോ ആർത്രൈറ്റിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോഫൈറ്റ്. ഇതെന്തുവാ? സിസ്റ്റം റെഡ്യൂസ്ഡ് സബ്കോൺട്രൽ സിസ്റ്റം ജോയിന്റ് റെഡ്യൂസ്ഡ് സ്പേസ്. ഓക്കെ, ഇതോ? സ്ക്ലീറോസിസ് ആണ് സബ്കോൺട്രൽ സിസ്റ്റം. ഓക്കെ, ഇതോ? റെഡ്യൂസ്ഡ് ജോയിന്റ് സ്പേസും സ്ക്ലീറോസിസ് ഇല്ല. സ്ക്ലീറോസിസ് ഉണ്ട്. റെഡ്യൂസ്ഡ് ജോയിന്റ് സ്പേസും സ്ക്ലീറോസിസും. അപ്പൊ ഓക്കെ അല്ലേ എക്സ്റേ ഫീച്ചേഴ്സിനെ കൊണ്ട്? ഓക്കെ. ഇനി ഇത് അതാണ് എ ടിപ്പിക്കൽ എക്സ്റേ ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇതിലെല്ലാം കാണാം. ഓസ്റ്റിയോഫൈറ്റ് ടെക്സ്റ്റിലുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഒരു കോഡും കൂടെ പറയട്ടെ. നമുക്ക് അതും ചളിയാണ്, നിങ്ങളെ ഇഷ്ടം പോലെ ഉണ്ടായിക്കോ. NSS എന്ന് പറയുന്ന ഒരു സംഘടന ഇല്ലേ, അത് ഭയങ്കര പഴയതാന്ന് ഓർത്താൽ മതി. NSS ഓൾഡ് എക്സ്റേ NSS ഓൾഡ്. എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത്? നാരോയിങ്, സബ്കോൺട്രൽ സ്ക്ലീറോസിസ്, സബ്കോൺട്രൽ സിസ്റ്റ്, ഓസ്റ്റിയോഫൈറ്റ്, ലൂസ് ബോഡീസ്, ഡിഫോമിറ്റി ഓഫ് NSS ഓൾഡ്.
ഡോറും NSS ഓൾഡും. NSS ഓൾഡ് ഫോർ എക്സ്റേ ഫീച്ചേഴ്സ്, ഡോർ ഫോർ സ്റ്റെപ്സ് ഓഫ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഓക്കേ. ലൂസ് ബോഡി ആരാണ് പഠിപ്പിച്ചത്? ലൂസ് ബോഡി ഒരു ഫർദർ ഈ ഓസ്റ്റിയോഫൈറ്റ് പോലെയുള്ള അത് എക്സ്റേയിൽ അധികം കാണത്തില്ല, പക്ഷെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അതും എഴുതിയത്. ലൂസ് ആയിട്ടിരിക്കുന്ന ഒരു ബോഡി ഇല്ലടാ. ഒന്നുമില്ല പറഞ്ഞു. ഫർദർ ആയിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം? ഒന്ന്, നമ്മൾ ബ്ലഡിൽ ESR നോക്കും, എന്ത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ സിറം യൂറിക് ആസിഡ് ഗൗട്ടാണോന്ന് അറിയാൻ പറ്റും. ആർത്രോസ്കോപ്പി എടുത്തു നോക്കും, വേറെ എന്തെങ്കിലും ലിഗമെന്റിന്റെ മാത്രം പ്രശ്നമാണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എക്സ്റേ തന്നെയാണ്, അതിന്റെ കൂടെ ESR. പക്ഷെ ഗൗട്ടൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മള് കാലിൽ തന്നെ അത് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട്. NSS ഓൾഡ് മറക്കണ്ട കേട്ടോ. ഇനി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ പറഞ്ഞു 45 വയസ്സിന് ശേഷം വരികയാണെന്ന്. അപ്പൊ അതിന്റെ മുമ്പേ ഇത് വരാനുള്ള ചാൻസ് കുറയ്ക്കുക, ഡിലേ ദി ഓക്കറൻസ്. അത് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രസ് ഓഫ് ഓസ്റ്റിയോആർത്രൈറ്റിസ് കുറയ്ക്കുക. പിന്നെ വന്നൊരാൾക്ക് എന്ത് ചെയ്യാം, റീഹാബിലിറ്റേഷനും ചെയ്യാം. ഇതാണ് മെയിൻ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിലേ ദി ഓക്കറൻസ്, ഡിക്രീസ് ദ പ്രോഗ്രസ്, റീഹാബിലിറ്റേഷൻ. ഇനി ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് എന്തൊക്കെ? ഫസ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ. അറിയാം, ഓസ്റ്റിയോആർത്രൈറ്റിസ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇന്നതൊക്കെയാണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഒബീസിറ്റി മെയിൻ റിസ്ക് ഫാക്ടർ ആണ്. അപ്പോൾ ഒബീസിറ്റി കുറയ്ക്കാൻ ഇതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. 2, ലൈഫ് സ്റ്റൈൽ അഡ്വൈസ്. എക്സസൈസ് ഒക്കെ ചെയ്യണം, പറ്റുവാണെങ്കിൽ ഷോക്ക് അബ്സോർബിങ് ഫുട്വെയർ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ പെയിൻ ഉള്ള ആൾ, അതായത് വന്ന ഒരാളാണെങ്കിൽ, ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്ന് പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ നടക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുക. അത് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഫലപ്രദമായിരിക്കും. പിന്നെ മൂന്നാമത്തേതാണ് നോൺ ഫാർമക്കോളജിക്കൽ. അതിൽ അക്യൂപങ്ക്ചർ, പിന്നെ ടെൻസ് എന്നൊക്കെ പറയുന്നത്. ടെൻസ് മീൻസ് ട്രാൻസ്ക്യൂട്ടാനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ. പെയിൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇത് രണ്ടെന്നാ പറയുന്നത്. പിന്നെ ലോക്കൽ ഫിസിക്കൽ തെറാപ്പി. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഫാർമക്കോളജിക്കൽ. ഓക്കെ, ഫാർമക്കോളജിക്കൽ ഫസ്റ്റ് പെയിൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് NSAIDs കൊടുക്കാം, പാരസെറ്റാമോൾ. അതിൽ ഒരു ഡ്രഗ്, ഒരു എന്താ പറയുക, കോമ്പിനേഷൻ പറയുന്നുണ്ട്. ടോപ്പിക്കൽ NSAIDോ ക്യാപ്സൈസിൻ എന്ന് പറയുന്ന ഡ്രഗോ. അത് ഞാൻ നോക്കിയാലും കണ്ടത് ക്യാപ്സൈസിൻ എന്ന് പറയുന്നത് മെക്കോക്സിഫിനോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു ഡ്രഗ് ആണ്. ഓർമ്മിച്ച് വെക്കണം, ക്യാപ്സൈസിൻ മെഡിസിൻ ടെക്സ്റ്റ് ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ടോപ്പിക്കൽ NSAID ക്യാപ്സൈസിന് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കും. പിന്നെ കോൺട്രോ പ്രൊട്ടക്റ്റീവ്, അതായത് കാർട്ടിലേജിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഗ്ലൂക്കോസമീൻ സൾഫേറ്റും കോൺട്രൈറ്റിൻ സൾഫേറ്റും. പിന്നെ വിസ്കോ സപ്ലിമെന്റേഷൻ, സോഡിയം ഹയാലുറോൺ, പിന്നെ ആന്റി ന്യൂറോപ്പതിക് ഡ്രഗ്സ്. അതൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ പേഷ്യന്റിന് ഭയങ്കരമായിട്ട് പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ ആന്റി ന്യൂറോപ്പതിക് ഡ്രഗ്സ്, അതായത് ഉദാഹരണത്തിന് അമിട്രിപ്റ്റിലിൻ, ഗാബാപെന്റിൻ ഒക്കെ കൊടുത്തിട്ട് പെയിൻ കുറയ്ക്കും. മെയിൻ ആയിട്ട് NSAIDs 4 NSAIDs, കോൺട്രോ പ്രൊട്ടക്റ്റീവ്, വിസ്കോ സപ്ലിമെന്റേഷൻ, ആന്റി ന്യൂറോപ്പതിക്. അതിൽ ക്യാപ്സസിൻ എന്ന് പറയുന്ന ഡ്രഗിന്റെ പേര് ഓർമ്മിച്ചെടുക്കുക. ഓക്കെ, അടുത്താണ് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്. സപ്പോർട്ടീവ് ഒന്നുമില്ല, പറഞ്ഞു കൊടുക്കുക. ഇനി അധികം വെയിറ്റ് ഒന്നും എടുക്കരുത്, സ്ട്രെസ് ഒക്കെ ഉണ്ട് അത് കുറയ്ക്കുക. ഹീറ്റ് എന്തെങ്കിലും ഈ നീ എഫ്യൂഷൻ ഒക്കെ വന്നാൽ ഹീറ്റ് ഒക്കെ വെച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്യാൻ പറയാം. പിന്നെ കൗണ്ടർ ഇറിറ്റൻസ്, ഈ മുള്ളിന് കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പെയിൻ വരുന്ന അത് അവിടെ എലിസിറ്റ് ചെയ്തിട്ട് ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ പെയിൻ കുറയ്ക്കുക. അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ കൗണ്ടർ ഇറിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സർജറിയും വളരെ റെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും അതിന്റെ അറ്റ്മോസ്റ്റ് കണ്ടീഷനിൽ. ഒന്ന് ഓസ്റ്റിയോട്ടമി, ആ ഒരു ബോണ്ട് പാട്ടങ്ങ് എടുത്തു കളയാം. പിന്നെ രണ്ടാമത്തത് ടോട്ടൽ ജോയിന്റ് റീപ്ലേസ്മെന്റ്. നീ ജോയിന്റ് ആകെപ്പാടെ അങ്ങ് മാറ്റിക്കളയാം. ജോയിന്റ് ഡിബ്രൈഡ്മെന്റ്, ആർത്രോസ്കോപ്പിക് പ്രൊസീജിയർ. സർജറി വളരെ കുറച്ചായിട്ടേ ഓർത്തോയിലും പറയുന്നുള്ളൂ, മെഡിസിനിലും പറയുന്നു. മെയിനായി ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അടുത്തതിലേക്ക്
കേൾക്കില്ലേ? ആ ഹലോ, ഓക്കെ പറഞ്ഞോ പറഞ്ഞോ. കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം. സർജറി വരെ കട്ടാവുന്നു. എന്തുടാ? സർജറി വരെ ഓക്കെ ആ ഓക്കെ ആടാ. ആണ്, ഓക്കെയാണ്. ആ ഒരു സെക്കൻഡ് ഫീച്ചേഴ്സ് പഠിച്ച് വാക്ക് ഓർമ്മിച്ച് വെക്കാൻ പറഞ്ഞില്ലേ? എന്തിനാ? NSS സോൾഡ്. NSS സോൾഡ് എന്തെന്നാ? അതായത് അതിന്റെ എക്സ്റേ ഫീച്ചേഴ്സ് അല്ലേ? അതല്ലാതെ ആദ്യം ഡോറിന്റെ മുമ്പ് ഹിപ്പിന്റെ പ്രൈമറി സെക്കൻഡറി പറഞ്ഞുതരാം. ഹിപ്പിന്റെ സെക്കൻഡറി വാസ്കുലാർ നെക്രോസിസ്. യൂണിയൻ ഫ്രാക്ചർ. അത് ഓർമ്മിച്ച് വെച്ചോ. അവാസ്കുലാർ നെക്രോസിസ് AVNC. Avascular necrosis. A for anti-neuropathic, V for viscose supplementation, N for NSAIDs, C for counterprotective. 4 ഫാർമക്കോളജിക്കൽ ഡ്രഗ്സ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ 3 എണ്ണായ ഡോറ്, NSS സോൾഡ്, അവാസ്കുലാർ നെക്രോസിസ്. ഇനി ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്. ഇത്രയാണ് ജനറൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ചോദിച്ചാൽ പറയേണ്ടത്. ഫസ്റ്റ് ആണ് നോഡൽ ഓസ്റ്റിയോ. ഓക്കെ, സെയിം ലിങ്ക് കയറിയോ?